1,10,000 രൂപയ്ക്ക് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്ന സ്കൂട്ടറുകളിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റൈലിഷ് സ്കൂട്ടറാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഹീറോയുടെ സൂം 110. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്, ഇത് എങ്ങനെയുണ്ട് ഓടിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതുപോലെ ഇന്ന് നമുക്ക് ഈ വണ്ടി റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് BH ഹീറോ പത്തനംതിട്ടയാണ്. സോ ഹീറോ മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടറിനെ സംബന്ധിച്ചുള്ള എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ്, അങ്ങനെ എന്ത് ആവശ്യത്തിനും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും ഷോറൂമിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് സ്കൂട്ടേഴ്സിൻ്റെ ഡിസൈനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സൂമിന് വളരെ സ്പോർട്ടി ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ഡിസൈനാണ് ഹീറോ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ നമ്മൾ ഹീറോയുടെ ആ ഒരു ഡിസൈനിങ് ടീമിനെ നല്ല രീതിക്ക് തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ നല്ല ഒരു സ്റ്റൈലിഷ് ആൻഡ് സ്പോർട്ടി ആയിട്ട് തോന്നുന്ന സ്കൂട്ടറാണ് ഹീറോ സൂം എന്ന് പറയുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു എച്ച് ഷേപ്പ്ഡ് LED DRLോട് കൂടി വരുന്ന പ്രൊജക്ടർ LED ഹെഡ്ലാംപ്സ് ആണ് വാഹനത്തിലുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിലും ഇതിന് മുകളിലുള്ള സെഗ്മെന്റിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഫീച്ചറും ഈ ഒരു ഹീറോ സൂമിലുണ്ട്. അതാണ് ഇതിന്റെ കോർണറിംഗ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മുടെ കാറുകളിലൊക്കെ വരുന്നൊരു ഫീച്ചറാണ് കോർണറിംഗ് ലൈറ്റ്സ്. അതായത് രാത്രി കാലങ്ങളിൽ നമ്മൾ വാഹനം വളവുകളൊക്കെ തിരിക്കുമ്പോഴത്തേക്ക് വളവിൻ്റെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കോർണർ ലൈറ്റ്സ് കൂടെ ഓണാവും. അപ്പോൾ നമുക്ക് ഒരു ബെറ്റർ വിസിബിലിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പം ഒരു സ്കൂട്ടറിൽ അല്ലെങ്കിൽ ഒരു 2-വീലറിൽ ഇത് വളരെ വിരളമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു 110cc സ്കൂട്ടർ സെഗ്മെന്റിൽ ഹീറോ ഈ ഒരു വാഹനത്തിന് കോർണറിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ജൈറോസ്കോപ്പും അതുപോലെ തന്നെ ആക്സലറോമീറ്ററും വെച്ചിട്ടാണ്. അപ്പോൾ വണ്ടിയുടെ സ്പീഡും അതുപോലെ തന്നെ ലീൻ ആംഗിളും സെൻസ് ചെയ്തിട്ടാണ് ഈ ലൈറ്റ് എപ്പോൾ ഓൺ ആവണം ഓഫ് ആവണം എന്നൊക്കെ തന്നെ വാഹനം തീരുമാനിക്കുന്നത്. ഇത് നല്ല രീതിക്ക് തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പകലായതുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. പക്ഷേ ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പോരാത്തതിന് രാത്രി കാലങ്ങളിൽ നമുക്ക് അഡീഷണൽ സേഫ്റ്റി ആയിട്ടും ഈ ഒരു ലൈറ്റ് വന്നിരിക്കുന്നത് വളരെ ഉപകാരമുള്ളൊരു കാര്യം തന്നെയാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളി തന്നെ വേണം പറയാനായിട്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല സ്പോർട്ടി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു ഷൗട്ട്സ്. അതുപോലെ തന്നെ ഫ്രണ്ട് ആ ഒരു പോർഷനിൽ തന്നെ ഒരുപാട് മസ്കുലാർ ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് കട്ട്സ് ആൻഡ് സ്കൂപ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഹാൻഡിലിൻ്റെ പോർഷനിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഹെഡ് പോർഷനിൽ തന്നെയാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. അത് ഹാലോജനിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സ്പോർട്ടി ഡിസൈനാണ്. പിന്നീട് ഫ്രണ്ട് സസ്പെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഹൈഡ്രോളിക് റിംഗ് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ആ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട നമ്മുടെ നാട്ടിൻപുറത്തെ റോഡുകളിലൂടെയും സിറ്റീസിലൂടെയും അത്യാവശ്യം ഹൈവേ ഓടിക്കുന്ന സമയത്തൊക്കെ തന്നെ എല്ലാ കണ്ടീഷൻസിലും ഒരു ബാലൻസ്ഡ് റൈഡ് ഓഫർ ചെയ്യുന്ന തരത്തിലാണ് സസ്പെൻഷൻ ട്യൂണിക്ക് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് പില്ലണയും കൂടെ വെച്ച് നമ്മൾ നോർമൽ റോഡുകളിലൂടെ ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ഒരുപാട് അടിപ്പും തെറിപ്പും ഒന്നും തന്നെ ഈ ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നില്ല. വലിയ ഗട്ടറുകളിൽ ചാടുമ്പോൾ മാത്രമാണ് ആ ഒരു കുലുക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം വളരെ നല്ലൊരു സ്മൂത്ത് റൈഡാണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പിന്നെ പോരാത്തതിന് ഫ്രണ്ടിൽ നമുക്ക് 12 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടോപ്പ് വേരിയന്റിൽ നമുക്ക് ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് വരുന്നത്. അത് വാഹനം സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പ്രീമിയം ലുക്കാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മാറ്റ് അലോയ് ഫിനിഷിൽ ഈ ഒരു ഡയമണ്ട് കട്ടോടെ വരുമ്പോൾ നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഡിസൈന് ഏറിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 90/90 സെക്ഷനാണ് ഫ്രണ്ട് ടയർ വന്നിരിക്കുന്നത്. ചാനൽ കാണുന്നതിൽ ഒരു 80% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം. കാരണം നമ്മൾ വീഡിയോ കാണുന്നതിൻ്റെ ആ ഒരു ഇതിൽ അങ്ങ് കണ്ടിട്ട് നമ്മുടെ തിരക്കുകളിലേക്ക് പോകും, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി വീഡിയോസ് കാണുക. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ അത് ഇറങ്ങുന്ന സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് റിവ്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലേറ്റായിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഒരു ബ്ലൂ ബാക്ക് ലൈറ്റ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് സ്പീഡോ മീറ്റർ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ കോൾ ആൻഡ് SMS അലേർട്ടുകളും കാണിച്ചു തരും. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ കൺസംഷനും കാണിച്ചു തരുന്നുണ്ട്. ബാക്കി വാർണിംഗ് ലാംപ്സ് ഒക്കെ തന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട്. മോഡ്, റീസെറ്റ് എന്നിങ്ങനെ 2 ബട്ടൺസും ഉണ്ട്. ഈ ഒരു മീറ്റർ കൺസോളിൽ ചുറ്റുമായിട്ട് ആ ഒരു പ്രീമിയം ഫീൽ കൊടുക്കാനായിട്ട് ഒരു ക്രോമിൻ്റെ ഗാർണിഷിങ്ങും ഹീറോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോക്പിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവൽ ടോണിലാണ് വരുന്നത്. അതായത് ബോഡി കളേർഡ് പാനൽ നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് പാനൽസും കാണാൻ സാധിക്കുന്നതാണ്. സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ തന്നെ ക്വാളിറ്റി ഓക്കെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഹീറോയുടെ മറ്റ് കമ്പ്യൂട്ടർ ബൈക്കുകൾ അതുപോലെ തന്നെ ചെറിയ സ്കൂട്ടറിലും കാണുന്ന അതേ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ഒക്കെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്നാലും ഇപ്പോൾ ഉള്ളത് ഒരു ഓക്കെ ഇഷ് കൈൻഡ് ഓഫ് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് i3s ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. അതായത് നമ്മൾ ട്രാഫിക്കിലും മറ്റും വാഹനം നിർത്തിയിടുന്ന സമയത്തേക്ക് ഐഡിലിംഗ് ടൈമിൽ ഒരുപാട് എഞ്ചിൻ കടന്ന് പെട്രോൾ പോകാണ്ടിരിക്കാനായിട്ട് ഇത് i3s ടെക്നോളജി ഹീറോ കൊടുത്തിട്ടുണ്ട്. ഹീറോയുടെ സ്പ്ലെൻഡർ പോലെയുള്ള മറ്റ് ബൈക്കുകളിലും നമുക്ക് ഈ ഒരു ടെക്നോളജി കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എഞ്ചിൻ വാഹനം കട്ട് ഓഫ് ചെയ്യും. പിന്നീട് നമ്മൾ റോഡിലൊന്ന് ബ്ലിപ്പ്
സ്ലിപ്പ് ചെയ്യുന്ന സമയത്തേക്ക് തിരിച്ച് ഓണായിട്ട് നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാവുന്ന രീതിക്കാണ് ആ ഒരു i3s ടെക്നോളജി വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളപ്പം ഓണോ ഓഫോ ആക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ബട്ടൺ നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ, ലെഫ്റ്റിൽ ഡിമ്മും ബ്രൈറ്റും, അതിന് ഇൻഡിക്കേറ്റർ, ഹോണാന്ന് ഇങ്ങനെയുള്ള ബേസിക് സ്വിച്ചസ് ഒക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഹാൻഡിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പിടിക്കാൻ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ലിവേഴ്സ് ആണെങ്കിലും നല്ല എർഗണോമിക്കലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുറകിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിക്കുള്ള 2 മിറേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് രീതിയാണ് ബിൽഡ് ക്വാളിറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിലും ഫംഗ്ഷണലി ഇത് അത്യാവശ്യം നമുക്ക് പുറകിൽ വരുന്ന വാഹനങ്ങളെ മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഹീറോ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ കാല് വെച്ച് ഇരിക്കാവുന്ന രീതിക്കാണ് ഈ ഒരു ഫുട്ബോൾ ഏരിയ വന്നിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു 5.8 ഫീറ്റ് മേളിൽ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് ഏരിയ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മുട്ടിൻ്റെ ഏരിയയിലാണെങ്കിലും എനിക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 2 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യുന്ന തരത്തിലാണ് ഗ്ലോ ബോക്സ് വന്നിരിക്കുന്നത്. ബോട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് മറ്റ് ആവശ്യ സാധനങ്ങളോ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സീറ്റിന് താഴെയായിട്ട് നമുക്കൊരു ഗ്രോസറി ഹുക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സാധാരണ സ്കൂട്ടർ കൊണ്ടുപോകുന്ന സമയത്ത് ഈസി ആയിട്ട് അതിൽ ഹുക്ക് ചെയ്തിടാൻ സാധിക്കും. ആവശ്യമില്ലാത്തപ്പോൾ നമുക്കിത് മടക്കി വെക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു സ്പേസിൽ ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് മാത്രമുള്ള ഒരു സ്പേസ് ഇവിടെ വരുന്നില്ല. പക്ഷേ മറ്റ് അവശ്യ സാധനങ്ങളൊക്കെ നമ്മളൊരു സാധാരണ സ്കൂട്ടർ വാങ്ങിച്ചാൽ അതിൽ കൊണ്ടുപോകാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും വെക്കാവുന്ന രീതിക്കുള്ളൊരു സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് പോയത് കണ്ടിട്ട് തോന്നുന്നത്. ഒരു ലോങ് ടേം യൂസിന് നമ്മുടെ കിട്ടിയാൽ മാത്രമേ അത് എക്സാക്ട്ലി എന്തോരം അവിടെ ഏതൊക്കെ സാധനങ്ങൾ കയറ്റാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള റൈഡർ സീറ്റാണ്. നല്ല കുഷനിങ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 770 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സ്ത്രീകൾക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. കാല് പെട്ടെന്ന് നമുക്ക് തറയിലേക്ക് കുത്താൻ പറ്റും. അതുപോലെ തന്നെ പില്ലൺ സീറ്റ് നോക്കിയാൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് റൈഡർക്കും പില്ലണും ഇരിക്കുന്ന സമയത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് പോകുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മൂവ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിലും അതിന് പറ്റുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ ഡിസൈന് ഒരു ഡ്യുവൽ ടെക്സ്ചർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. അത് റൈഡർ സീറ്റിൻ്റെ പാറ്റേൺ പോലെയല്ല നമ്മുടെ പില്ലൺ സീറ്റ് വരുന്നത്. അത് കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായ പാറ്റേണിലാണ് വരുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഗ്രാബറയിലാണ്. അതിൻ്റെ ബോഡിയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഹീറോയിൻ്റെ ഗ്രാബറയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി കാണുമ്പോൾ നല്ല ഒരു ഫിനിഷിങ് അതിൽ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഒരു ഗ്രാബറയിലായിട്ട് പൊങ്ങി നിൽക്കുന്നതായിട്ടൊന്നും തോന്നില്ല. ആ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ ഒഴുക്കിൻ്റെ കൂടെ അതും നല്ലപോലെ ചേർന്ന് നിൽക്കുന്ന രീതിക്കാണ് എനിക്ക് തോന്നിയത്. വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇരിക്കുമ്പോഴാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് പാക്ക് ഇരിക്കുന്ന ആൾക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബറയിൽ തന്നെയാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. സൈഡിൽ നമുക്ക് സൂമിൻ്റെ ലോഗോ വരുന്നുണ്ട്. അതൊരു 3D മാറ്റ് ഗ്രേ കളറിലാണ് നിൽക്കുന്നത്. അതും വണ്ടി സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. ഒരു സ്കൂട്ടർ വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും പ്രധാനമായിട്ടും നോക്കുന്ന അതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജും കൂടെയാണ്. അപ്പം 19.2 ലിറ്ററാണ് ഹീറോ സൂമിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. ഇതൊരു സാധാരണ ഹെൽമെറ്റ് നമുക്ക് വെക്കാവുന്ന രീതിക്കുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൂടിയാണ്. അതേപോലെ തന്നെ ഒരു ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കത്തുകയും അത് അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കെടുകയും ചെയ്യുന്ന രീതിക്കാണ്. പിന്നീട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൺവെൻഷൻ രീതിക്കുള്ള ഒരു ഫ്യൂൽ ഫില്ലിംഗ് സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നതാണ്. അതായത് പുതിയ ജനറേഷൻ ഓഫ് സ്കൂട്ടേഴ്സിലൊക്കെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ് വരുന്നത്. പക്ഷേ ഹീറോ സൂമിൽ നമുക്കിപ്പോഴും നമുക്ക് ഈ ഒരു സീറ്റിനടി തന്നെയാണ് ഫ്യൂൽ ഫില്ലിംഗ് ഓപ്ഷൻ വരുന്നത്. സോ നമ്മളത് സീറ്റിൽ നിന്ന് ഇറങ്ങി സീറ്റ് തുറന്നിട്ട് തന്നെ വേണം ഇതിന് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു കാര്യം ചെറുതായിട്ട് എനിക്കൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും മികച്ച ഡിസൈനും കൊടുത്തപ്പം അതും കൂടെ ഹീറോയ്ക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ടേക്ക് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള കീ അതും ഒരു കൺവെൻഷൻ രീതിക്കാണ് വന്നിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ ഉള്ള വാഹനങ്ങളൊക്കെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കീ സെറ്റ് തന്നെ ആയിരിക്കും അതിനുള്ള ഓപ്ഷൻസ് വരുന്നത്. കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതും ഈ ഒരു സൈഡിൽ ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് തുറക്കുന്നത്. ഒരു USB ചാർജിങ്ങിനുള്ള ഓപ്ഷനും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് കുറച്ച് വിയേർഡായിട്ടാണ്. അതായത് ഈ കാണുന്ന ഫ്രണ്ട് യൂട്ടിലിറ്റി ഡക്കിൻ്റെ താഴെ ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് തപ്പിക്കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം ഈ ഒരു പോർഷനിലാണ് ഇത് തുറന്നിട്ട് നമ്മൾ USB കേബിൾ കുത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എന്തുകൊണ്ട് ഹീറോ അങ്ങനെ കൊടുത്തൊന്നും എനിക്കറിയില്ല. പക്ഷേ USB ചാർജിങ് ഉള്ള ഒരു പ്രൊവിഷനും കൂടെ നമുക്ക് വാഹനത്തിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലെ പോലെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ടെയിൽ ഡിസൈനാണ് സൂമിനുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു H ഷേപ്പ്ഡ് LED ടെയിൽ ലാമ്പ് കാണാനായിട്ട് ഭയങ്കര രസമാണ് വണ്ടി പുറകിൽ നിന്ന് നോക്കുന്ന സമയത്തേക്ക്. അതുപോലെ ബൈക്കിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് നമുക്ക് ഇതിലും വന്നിരിക്കുന്നത്. ബൈക്കിലെ പോലുള്ളൊരു റിയർ മഡ് ഗാർഡ് സെക്ഷനും ഒക്കെ കൂടെ ചേർന്ന് നല്ല ഒരു സ്പോർട്ടി ഡിസൈൻ തന്നെ വേണം ഇതിൻ്റെ ടെയിൽ ഡിസൈൻ ഞാൻ പറയാനായിട്ട്. 100 സെക്ഷൻ ടയറാണ് ബാക്കിൽ കിടക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയർസ് ട്യൂബ്ലെസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്കിൽ നമുക്ക് 130 mm ഡ്രം ബ്രേക്കും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ഉണ്ട്. കോംബി ബ്രേക്കിംഗ് ടെക്നോളജിയും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഈ ഒരു ബ്രേക്കിംഗ് സെറ്റപ്പിനെ പറ്റിയിട്ടൊന്ന് എടുത്തു പറയാൻ തോന്നി. കാരണം ഇതിൽ വന്നിരിക്കുന്നത് ബൈബ്രയുടെ 2 പിസ്റ്റൺ ആക്ച്വൽ കാലിപ്പറാണ്. നമ്മൾ ബൈക്കുകളിലും മറ്റും കാണുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് ബ്രേക്ക് സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഡിസ്ക് സൈസ് കുറവാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു കാലിപ്പർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർഫുൾ കാലിപ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൽ നിന്ന് കിട്ടുന്ന ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ്
സ്കൂട്ടറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നല്ല ഒരു സ്ട്രോങ് ഫീൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബൈക്കിലും മറ്റും കിട്ടുന്ന പോലെയുള്ള ഒരു ലിവർ ഫീല് ഈ ഒരു സൂമിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡിലും മറ്റും പോയി കഴിഞ്ഞാലും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വണ്ടിയെ നിർത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇത് ഓടിക്കുമ്പോൾ കിട്ടും. 8 bhp പവറും 8.7 ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ സിലിണ്ടർ 110.9 cc എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, ഹീറോയുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആയിട്ടുള്ള പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. ഇതിൻ്റെ റൈഡ് ഫീൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറ്റം കയറുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിൽ പില്ലയുടെ വെച്ച് ഓടിക്കുമ്പോഴൊന്നും തന്നെ നമുക്കധികം സ്ട്രെസ്ഫുള്ളായിട്ട് ഈ ഒരു എഞ്ചിൻ തോന്നുന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നല്ല ടോർക്ക് ആൻഡ് പവർ ഡെലിവറി തരുന്നുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻസ് വളരെ മിനിമം ആണ്. ഒരു സിംഗിൾ സിലിണ്ടർ സ്കൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ബോഡി പാനൽസിൽ വരുന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ എഞ്ചിൻ സൈഡിൽ നിന്ന് വരുന്ന വൈബ്രേഷൻസ് ഒക്കെ തന്നെ വളരെ മിനിമലാണ്. എക്സ്ട്രീം ലോഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ഫുഡ് പെക്കിൽ അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിലൊക്കെ തന്നെ ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. എന്നാൽ നമ്മൾ നോർമൽ രീതിയിൽ ഓടിച്ചു പോകുന്ന സമയങ്ങളൊക്കെ തന്നെ വളരെ നല്ല ഒരു സ്മൂത്ത് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണിത്. മൈലേജിൻ്റെ കാര്യം നമുക്ക് ഇപ്പോൾ എക്സാക്റ്റ് ആയിട്ടൊരു ഫിഗർ പറയാൻ സാധിക്കില്ല. കാരണം ഇതിലൊരു ലോങ് ടൈമിനായിട്ട് നമ്മുടെ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഒരു എക്സാക്റ്റ് റിയൽ വേൾഡ് മൈലേജ് നിങ്ങളോട് പറയാനും സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഓൺലൈനിൽ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഹീറോയുടെ മറ്റ് റിവ്യൂകളിലും മറ്റും പറയുന്നത് അനുസരിച്ച് ഏകദേശം ഒരു 45 മുതൽ 50 km/ലിറ്റർ ഒക്കെ മൈലേജ് തരാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണിത്. കാരണം ഇതിൽ i3S ടെക്നോളജിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഫ്യൂൽ സേവ് ചെയ്ത് നമുക്ക് ബെറ്റർ മൈലേജ് തരാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ 5.2 ലിറ്ററാണ് നമുക്ക് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ടാങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഉപയോഗത്തിന് വേണ്ട റേഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ തരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഒരു നൈസ് 110 cc എഞ്ചിൻ എന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് എക്സൈറ്റിംഗ് ഒന്നും പറയാനില്ല, എന്നാൽ ഒത്തിരി മോശമൊന്നും പറയാനില്ല. ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന എഞ്ചിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കോളേജ് സ്റ്റുഡൻസിന് പറ്റിയൊരു വാഹനമാണിത്. അതുപോലെ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, ഇപ്പം അഗ്രസീവ് സ്റ്റൈലിംഗ് ഇഷ്ടപ്പെടുന്ന ഗേൾസിന് വാങ്ങിക്കുക. അതുപോലെ തന്നെ കൂടുതലും ഇത് ബോയ്സിനെ ആയിരിക്കും അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനമാണിത്. കാരണം നിങ്ങൾക്ക് വളരെ ലോ മെയിൻ്റനൻസ് തരുന്നൊരു വാഹനമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ ഡേ ടു ഡേ യൂസിന് വേണ്ട എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഈ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ബൈക്ക് സമ്മതിക്കാത്ത ആളുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ല ലുക്കുള്ള സ്കൂട്ടർ വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ പറ്റിയൊരു വാഹനം തന്നെയാണ് ഹീറോയുടെ സൂം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. കോർണറിംഗ് ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അത് വളരെ യുണീക്കാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും വാങ്ങാൻ പറ്റിയൊരു വാഹനമാണ്. അങ്ങനെ ഓവറോൾ ഒരു ഫാമിലി സ്കൂട്ടർ, അതിൽ തന്നെ നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കൂട്ടറാണ്. ഒരു കൺവെൻഷണൽ ഫാമിലി സ്കൂട്ടർ ഡിസൈനിൽ നിന്ന് മാറി കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള ഇച്ചിരി ത്രില്ലിംഗ് ആയിട്ടുള്ള ഡിസൈൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ് ഹീറോ സൂം എന്ന് പറയുന്നത്. ഏകദേശം 4 കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ബ്ലാക്ക് പോലെയുള്ള സ്റ്റെൽത്തി കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്ടിവിറ്റി ടെക്നോളജി വരുന്ന മോഡലുമുണ്ട്, അല്ലാത്ത മോഡലുമുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഹീറോ സൂമിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വാഹനത്തെ പറ്റി തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിത് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യൂസർ എക്സ്പീരിയൻസ് എന്നുള്ളതോടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വാഹനം നിങ്ങൾക്ക് വാങ്ങാനോ ടെസ്റ്റ് റൈഡ് ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ BH ഹീറോ 11 കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം പറഞ്ഞ പോലെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ച് നോക്കാം. ഇതെന്നല്ല, ഹീറോയുടെ മറ്റ് വാഹനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഏറ്റവും സ്റ്റാർട്ടിംഗ് മോഡലായ HF Deluxe തൊട്ടിട്ട് ഏറ്റവും പ്രീമിയം മോഡലായിട്ടുള്ള ഇപ്പോൾ ഇറങ്ങിയ മാവറിക്ക് വരെ അവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളുടെയും അത്യാവശ്യം എല്ലാ കളർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ Instagram, Facebook പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവർ അവിടെയും കൂടെ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനോട് കാണാൻ വരെ. ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.